നമ്മളെല്ലാവരും പരസ്പരം പരിചിതമായ ആളുകളാണ്. ഇതിൽ പല ആളുകളും പ്രഭാഷണത്തിനും പ്രസംഗത്തിനുമൊക്കെ പോകുന്ന ആളുകളുമാണ്. ധാരാളം ക്ലാസ്സുകളും സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമൊക്കെയാണ്. ഇങ്ങനൊരു പരിപാടി സംവിധാനിച്ചത് ആധുനിക കാലഘട്ടത്തെ കൂടി വായിക്കുക എന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. വായന സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പുസ്തക വായനയാണ്. ആ വായനയിൽ നിന്ന് ഒന്നുകൂടി ഡീപ്പിലേക്ക് പോകുമ്പോൾ പുസ്തക വായന തന്നെ മൂന്നർത്ഥത്തിലുണ്ട്. ഖിറാഅത്തുൽ ഫർദിയ, ഖിറാഅത്തുൽ മുസ്തഫീദ, ഖിറാഅത്തുൽ മുഅസ്സറ. പേഴ്സണൽ റീഡിംഗ്, റിഫ്ലക്റ്റീവ് റീഡിംഗ്, റെഫറൻസ് റീഡിംഗ്. സാധാരണ നമുക്ക് വായിക്കും പോലെ വായിക്കാം, നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വായിക്കാം, നല്ല ഡെപ്തായിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് വായിക്കാം. ആ വായന പുസ്തകത്തിൽ നിന്നൊന്ന് മാറി കുടുംബത്തെ നമ്മൾ വായിക്കണം. കുടുംബത്തെയും ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഒരു ഫാമിലി റീഡിംഗ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുടുംബത്തെ വായിക്കാം. ഇതേപോലെ തന്നെ ഓരോ വ്യക്തിയെയും റെഫർ ചെയ്തുകൊണ്ടും അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് വായിക്കാം. സോഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നൊരു വായനയുണ്ട്. ആ വായന സത്യത്തിൽ സൊസൈറ്റിയെ വായിക്കലാണ്, സമൂഹത്തെ വായിക്കലാണ്. ഈ ലോകത്തിലെല്ലാ പുസ്തകങ്ങളും സാധാരണഗതിയിൽ രചിക്കപ്പെടുന്നത് സോഷ്യൽ റീഡിങ്ങിന് ശേഷമാണ്. സാഹിത്യകാരന്മാർ ഒരു കൃതി എഴുതുന്നത് സൊസൈറ്റിയെ ബന്ധപ്പെടുത്തിയാണെങ്കിൽ അത് സമൂഹത്തെ വായിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ടാണ് ആരും എഴുതാത്ത രീതിയിൽ അയാൾക്ക് എഴുതാൻ കഴിയുന്നത്. ഇതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും വായിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകണം. ഓരോ വ്യക്തിയെയും വായിക്കാനുള്ള ത്രാണി അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികളൊക്കെയും അപജയത്തിൽ ചെന്ന് പോയി പെടുന്നത്. എൻ്റെ സുഹൃത്ത് ആരാണ്, എൻ്റെ സുഹൃത്ത് എങ്ങനെയുള്ള ആളാണ്, അവൻ ഏത് ബാക്കപ്പിൽ നിന്ന് വരുന്നു, അവൻ്റെ പ്രീ ഹിസ്റ്ററി എന്താണ്, അവൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആ സുഹൃത്തിനെ വായിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപജയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുമായി ബന്ധപ്പെട്ടവരെ തിരിച്ചറിയുക എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബത്തിൽ നമ്മൾ ഇതിപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും കുടുംബിനികളാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരാണ്. കുടുംബമാണല്ലോ പിന്നെ സമൂഹമാകുന്നത്. വ്യക്തി കുടുംബമാകുന്നു, കുടുംബം പിന്നെ സമൂഹമാകുന്നു, ആ സമൂഹം രാഷ്ട്രമാകുന്നു, രാഷ്ട്രങ്ങൾ പിന്നെ ലോകമാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇന്നത്തെ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരത് തേടിപ്പോകുന്നതല്ല, അവരെ ചിലതൊക്കെ തേടി വരുന്നതാണ്. ഇപ്പം ഏകദേശ കണക്ക് പ്രകാരം 60% ആളുകളും ലഹരിക്ക് അടിമപ്പെടുന്നത് അവരത് തേടി പുറപ്പെട്ടവരല്ല, അവരെ തേടി ഈ സാധനം വരുന്നു എന്നതാണ്. നമ്മൾ വിചാരിക്കും അത് ഉപയോഗിച്ച കുട്ടി എങ്ങനെയോ അത് തേടി പുറപ്പെട്ട് അവൻ കണ്ടെത്തി പിടിച്ച് അങ്ങനെയാണത് ഉപയോഗിക്കുന്നത് എന്ന്. അത് തെറ്റാണ്. കണക്കുകൾ വിശദീകരിക്കുന്നത് നിഷ്കളങ്കരായ കുട്ടികൾ ഇതിൽ വളരെ പെട്ടെന്ന് പെട്ടുപോകുന്നു എന്നാണ്. നമ്മളിപ്പോൾ ആരുടെ ചരിത്രം എടുത്താലും ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികളുടെ പേരുകളൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ, പത്രങ്ങളിൽ ഇഷ്ടം പോലെ വന്നതാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കേണ്ടതില്ല. തന്നെയുമല്ല അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഓരോ കുട്ടികളും, ആ കുട്ടികൾ ഓരോ അപജയത്തിലേക്ക് എത്തുന്നത് അവരായിട്ട് തിരഞ്ഞെടുത്തവരെന്ന് മാത്രമല്ല, പലരും നിഷ്കളങ്കരായിരുന്നു. പക്ഷെ ആ ചെയ്തതിന് ശേഷം പിന്നെ നിഷ്കളങ്കരെന്നവരെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. അതുവരേക്കും അവരുടെ ജീവിതം അങ്ങനെയാണ്. ഇപ്പം 5 പേരെ കൊന്നൊടുക്കിയ വ്യക്തിയെക്കുറിച്ചിട്ട് കുടുംബക്കാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം പറയാനുള്ളത് അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ്. അപ്പം നല്ല വ്യക്തികൾ ഇതിൽ പെടില്ല എന്നർത്ഥമില്ല. കാരണം അവരെ തേടി വരും ഓരോന്നും. ആ തേടി വരലുകളാണ് നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നത്. പണ്ടത് തേടി പോകലായിരുന്നു, ഇന്ന് ആ സാധനം നമ്മളെ തേടി വരികയാണ്. അറബികൾ പറയാറുണ്ട്, ദുബായിലൊക്കെ ഇത് കുറേശ്ശൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അവർ പറയാറുണ്ട്, അതൊരു സിന്തയാണ്, ജീവിക്കുന്ന സാധനമാണ്. അടുത്തു വന്നിരുന്നാൽ അത് നമ്മളിലേക്ക് ചേക്കേറും.
അതൊരു ഹയ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഹയാത്ത് എന്നതിൻ്റെ ത ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാതെ പറയുന്നു. ഒരു ഹയാത്താണ്, ശരിക്കും ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ഒരു സബര്യ പോലെ അത് നമ്മളിലേക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഓരോ കുട്ടികളും ഇങ്ങനെ കെടുതിയിൽപ്പെടുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമുണ്ടാകുന്നത്? ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇതിൽ കൗൺസിലേഴ്സായിട്ടുള്ള ആളുകളുണ്ടാവും. അതിന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്, അതിന് എക്കണോമിക് റീസൺ ഉണ്ട്, സോഷ്യൽ റീസൺ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയിം എന്ന് പറയുന്ന ഒന്ന്. കുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ അതിൽ പെടുത്തിക്കൊണ്ടിരിക്കുക, വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഒരു കുട്ടി ക്ലാസ് റൂമിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴും ഇങ്ങനെ ഒരാളാണോ എന്ന് അവനോട് ചോദിക്കുകയാണ്, അവനെ ഷെയിമാക്കുകയാണ്. ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് നീ വാടാ, ഞങ്ങളിവിടെയുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, നീ വരൂ എന്ന് പറയുമ്പോൾ ഞാനില്ല, എൻ്റെ ഉമ്മ അയക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി നീ ഇപ്പോഴും അമൂൽ ബേബിയാണോ എന്നാണ്. അപ്പോൾ അമൂൽ ബേബി എന്നുള്ള വാക്ക് ഇങ്ങനെ കേട്ട് കേട്ട് അവസാനം അവൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരു തോന്നലാണ്, അതെനിക്ക് പറ്റിയ പ്രയോഗമല്ല, ആ പ്രയോഗം തിരുത്തേണ്ടതുണ്ട്. ഞാനങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും ചൊൽപ്പടിയിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെന്നെ അമൂലെന്ന് വിളിക്കുന്നത് എന്ന തോന്നലിൽ നിന്നാണ് ഈ കുട്ടി അങ്ങനെയായി മാറുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരായത്തിലൂടെ മനുഷ്യന്റെ സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ബിൽ അംവാൽ വൽ ഔലാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ, ആദ്യം കളിയാണ്. ഇതപ്പോൾ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും പ്ലേ ആണ്. അവർക്ക് ഇന്നിവിടെ നടക്കുന്നതിൻ്റെ ഗൗരവം അറിയില്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയില്ല. എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെ കളിയിലാണ്. അവർ ഓടുന്നു, ചാടുന്നു. കുട്ടികളുടെ പ്രകൃതം അങ്ങനെയാണ്. രണ്ടാമത്തെ സ്റ്റേജ്, ഇവിടെ ഇപ്പോൾ 12 വയസ്സ് 13 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചിലപ്പോൾ പ്രസംഗം ഒരു അരാജകമായി അവർ മൊബൈലിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടാവും. അത് വെറും കളിയല്ല. ഗെയിം കളിയെ ലഹുവ് എന്നാണ് വിളിക്കുക. അത് ലൈബല്ല, അത് ലഹുവാണ്. ലഹുവ് എന്ന് പറഞ്ഞാൽ ഒരു വിനോദമാണ്. അത് വെറും ഒരു പ്ലേ ആയി നമ്മൾ കാണരുത്. അഥവാ കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഓടുക, ചാടുക, അത് പ്രകൃത്യ അള്ളാഹു നമുക്ക് തന്നൊരു രീതിയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളായാലും മദ്രസയിൽ തൊപ്പിയിട്ടോ അല്ലെങ്കിൽ ജുബ്ബയിട്ടോ ഒക്കെ നടക്കുന്ന കുട്ടികളായാലും അവർ കളിക്കണം. ഫുട്ബോൾ ആയാലും എല്ലാതും. കാരണം കുട്ടികൾ കളിക്കേണ്ടവരാണ്, കളിയും അവരുടെ ഭാഗമാണ്. പഠിത്തത്തിൻ്റെ കൂട്ടത്തിലേ കളിക്കണം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ലഹുവിലേക്ക് കടക്കുമ്പോൾ അത് വിനോദമാണ്. അമ്യൂസ്മെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് സാധാരണ തഫ്സീറിൽ പറയുന്ന വാക്ക്. അമ്യൂസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ സന്തോഷത്തിന് വേണ്ടി ചില കളികൾ തിരഞ്ഞെടുക്കുന്നു. അത് വിനോദമാണ്. സമയബന്ധിതമല്ലാത്ത, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വേറൊരു ലെവലിലേക്ക് കളി എത്തുന്നതിൻ്റെ പേരാണ് ലഹുവ്. അത് കഴിഞ്ഞാൽ പിന്നീടെത്തുന്ന ഒരു പൊസിഷനാണ് സീന. ലഅബുൻ വലഹുവുൻ വസീനത്തുൻ എന്നാണ്. സീനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സ്റ്റൈലിഷായി നടക്കാൻ. അത് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ 14, 15, 16, 17 വയസ്സുള്ള കുട്ടികളൊക്കെ ഏകദേശം ഒരു കൗമാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ യുവത്വത്തിലേക്ക് വരുന്ന കുട്ടികളൊക്കെ എപ്പോഴും മുടി സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ചെറിയ കുട്ടികൾക്ക് സ്വന്തത്തിൽ അങ്ങനെ മുടി വെട്ടണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാകില്ല. മാതാപിതാക്കൾ അവരിൽ കുത്തിച്ചേർത്തിയിട്ടാണ് അവരങ്ങനെ മുടി വെട്ടുന്നത്. എന്നാൽ ഈ സ്റ്റൈലിന് വേണ്ടി നടക്കുന്ന കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ ഫേഷ്യൽ ഉപയോഗിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ക്രീമുകൾ ഉപയോഗിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവന്മാരൊക്കെ കല്യാണത്തിൻ്റെ ബന്ധുക്കൾ ആരോടൊക്കെ പറഞ്ഞു, ആരോടൊക്കെ പറഞ്ഞില്ല, ഇനി ആരൊക്കെ വരും, ആരൊക്കെ വരില്ല എന്നുള്ള വലിയ ബേജാറിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ താല്പര്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും ഫോട്ടോ ഷൂട്ടിങ്ങും മാത്രമായിരിക്കും. അവർക്ക് ആരൊക്കെ വന്നു എന്നോ ആരൊക്കെ ബിരിയാണി കഴിച്ചു കഴിച്ചില്ല എന്നോ ഇതൊന്നൊരു വിഷയമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് വന്നു, ആരൊക്കെ കണ്ടു എന്നതല്ല. എൻ്റെ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ് അവരൊന്നിച്ചിട്ടുള്ള ഫോട്ടോസ്, അതേപോലെ തന്നെ ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ടുള്ള ഫോട്ടോസ്, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ രീതിയിലുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം, അതിൻ്റെ റീൽസ്, ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പം അത് സീനയിലേക്ക് കടക്കുകയാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള ഒരു പ്രായത്തിലെത്തുന്ന സമയത്ത് ആ ഒരു സീന എന്ന് പറയുന്നത് ഉണ്ടാകുമെങ്കിലും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വതഫാഖുറും ബൈനക്കും എന്നാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിച്ചു നടക്കും. ഞാനാണ് വലുത്, നീയാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ അടുത്താണ് കൂടുതൽ സമ്പത്ത്, നിൻ്റെ അടുത്താണ് സമ്പത്ത് ഇല്ലായ്മ,
ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, നീ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഡോക്ടറാണ്, എൻ്റെ മകൻ എഞ്ചിനീയറാണ്. ഇങ്ങനെ പരസ്പരം മത്സരിച്ച് ഫഖ്ർ നടിച്ചു നടക്കും. അത് മനുഷ്യൻ്റെ ഒരു 4ാമത്തെ സ്റ്റേജാണ്. അതും കഴിഞ്ഞാൽ പിന്നീട് വതകാസുറുൻ എന്നാണ്, അഥവാ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏത്? അംവാൽ, അവൻ്റെ സമ്പത്തിനെ. ആ സമ്പത്ത് ഇങ്ങനെ 1000 കോടി, 2000 കോടി, 5000 കോടി, 10000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ അധികരിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് എന്താണ്? പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു വെക്കുന്നില്ല. കാരണം വെറും ഭൗതികപരമായി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൈത്രയാത്ര മാത്രമേ അവനുണ്ടാകൂ. ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവനുണ്ടാവുകയുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനിൽ നിന്നും വ്യതിരിക്തമായിട്ട് ഒന്ന് മാറണമെങ്കിൽ കുട്ടികളുടെ ലൈബിൻ്റെ സമയത്ത്, കുട്ടിയുടെ കളിയുടെ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്യണം. കുട്ടികൾ ഏത് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കളി അതിന് സമയബന്ധിതമുണ്ട്, അതിൽ സാമ്പത്തികം ഇറങ്ങാതെ നോക്കേണ്ടതുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ കുട്ടി നിങ്ങളിവിടെ സ്ക്രീനിൽ കാണിച്ച മോന് 5 പേരെ കൊന്നു എന്നൊക്കെ പറയുന്ന ആൾ 65 ലക്ഷം രൂപയോളം കടം വരുമ്പോൾ എങ്ങനെയാണത് വന്നത് എന്നത് ഇന്നും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. അത് ഗെയിമിലേക്ക് പോയതാണോ, വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങളും അതിൻ്റെ ആവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കുട്ടികൾ കളിക്കുന്ന കളി ഏതാണ്? അഥവാ മുതിർന്നവരും കളിക്കും. ഈ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആളുകൾ, അഥവാ അവർ ബിസിനസ് ചെയ്യേണ്ടുന്ന, ജോലി ചെയ്യേണ്ടുന്ന സമയത്ത് അതിനൊന്നും പോകാതെ വീട്ടിലിരുന്നിട്ട് അവർ അവരുടേതായ കളി കളിക്കും. ആ കളിക്ക് മുമ്പെയുള്ള കൊച്ചുകാലത്തെ കളി പോലും എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാവുക എന്നത് നിർബന്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ കളിക്കുന്നത് ഏത് കളിയാണ്? ഫോർ എക്സാമ്പിൾ, അമ്യൂസ്മെന്റിലേക്ക് കടക്കുമ്പോൾ, അഥവാ ഈ കുട്ടികളുടെ മൊബൈൽ ഗെയിമിലേക്ക് കടക്കുമ്പോൾ ഏത് ഗെയിമായിരിക്കണം അവർ കളിക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധമുണ്ടാക്കണം. അവർ കളിക്കുന്ന കളിയുടെ തീമും അതിൻ്റെ പേരും അതെവിടെ ചെന്ന് എത്തുമെന്ന് നമ്മൾ അറിയണം. അങ്ങനെ അതിനെ ഏതൊരു കാര്യവും തുടക്കത്തിലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരാൻ ഒരിക്കലും സാധ്യതയില്ല. ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പൂന്തോട്ടം പോലെയാണ്, അല്ലെങ്കിൽ ഒരു കാട് പോലെയാണ്. രണ്ടാലൊന്നാണ് ഇവിടെ സംഭവിക്കുക. പൂന്തോട്ടം ഉണ്ടാക്കുന്നവർക്കറിയാലോ, ഇപ്പം എല്ലാവരും ഗാർഡനിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലാണുള്ളത്. പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ശ്രദ്ധ അങ്ങേയറ്റം വേണം. അതിന് പൂക്കൾ വിരിയുന്നത്, അതുമായി ബന്ധപ്പെട്ട ബെഡിങ്സ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതിനെ കൊണ്ടുവരാൻ. ഓരോ ദിവസവും വെള്ളവും വളവും അതിൻ്റെ പരിചരണവും എല്ലാം ശ്രദ്ധിച്ചാലേ പൂന്തോട്ടമായി നിൽക്കൂ. എന്നാൽ കാട് വളരാനുള്ള സാഹചര്യം അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മാത്രം മതി അവിടെ കാടുണ്ടാകും. ഇപ്പം നമ്മുടെ വീട് വിട്ടിട്ട് നമ്മളൊരു 2 മാസം ഗൾഫിൽ പോയി നിന്ന് വരുമ്പോഴേക്കും വീടിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ ആരും പറയാതെ, ആരും പരിപാലിക്കാതെ കാടുണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ മനസ്സും അങ്ങനെയാണ്. കുട്ടികളുടെ മനസ്സ് നെഗറ്റീവിലേക്ക് പോയി അവസാനം അവൻ്റെ മനസ്സൊരു കാടായി വളരും. മാതാപിതാക്കളായ നമ്മൾ തലോടിയും സ്നേഹിച്ചും അതിനെ മാനിച്ചും അവനെ ഒബ്സർവ് ചെയ്തും കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു പൂന്തോട്ടമായി വളരും. അപ്പം മാതാപിതാക്കളായി നമ്മൾ ചെയ്യേണ്ടത് അവൻ പൂന്തോട്ടമാകണോ അതോ കാടായി വളരണോ എന്നതാണ്. അപ്പം കാടാവാൻ പ്രയാസമില്ല, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മതി. നനക്കാതിരുന്നാൽ കാടാകും, വെട്ടാതിരുന്നാൽ കാടാകും. ഇങ്ങനെയാണ് കാടിൻ്റെ പ്രകൃതം. ആ കാട്ടിൽ എന്താണ് ഉണ്ടാവുക? പൂന്തോട്ടത്തിൽ ഉണ്ടാകുന്ന നല്ല ചിത്രശലഭങ്ങളാണ്, നല്ല തുമ്പികളാണ്, അതേപോലെ തന്നെ നല്ല വണ്ടുകളാണ്, ചിലപ്പോൾ തേനീച്ചകളാണ്. ഇത് സുന്ദരമായി വരുന്ന നല്ല നല്ല കാര്യങ്ങൾ എവിടെ ഉണ്ടാകുക? പൂന്തോട്ടത്തിലുണ്ടാവും. കാട്ടിലെന്താ ഉണ്ടാവുക? അവിടെ ഹിംസ്ര ജന്തുക്കളാണ്, അവിടെ ഇഴജന്തുക്കളാണ്. ബീഭത്സം എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രയോഗം ഉണ്ടല്ലോ, ബീഭത്സം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറപ്പും ഭയവും ഉണ്ടാക്കുന്നത് എന്നാണ്. പാമ്പിനെ ഭയം മാത്രമല്ല നമുക്കുള്ളത്, അറപ്പ് കൂടിയാണ്. സൈക്കോളജിയിലൊക്കെ പാമ്പ് പിന്നാലെ പാഞ്ഞാൽ ആളുകൾക്ക് താളം തെറ്റും മനസ്സ്. കാരണം അത് വെറും ഭയമല്ല ഉണ്ടാക്കിയത്, പേടി കൂടി മാത്രമല്ല ഉണ്ടാക്കിയത്, അറപ്പ് കൂടിയാണ്. അതിനാണ് ബീഭത്സം എന്ന് പറയാം. ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള്, ഇതേപോലെ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ള് ആകെ കേടാകും. അവിടെ പിന്നെ ഹിംസ്ര ജന്തുക്കളും അവിടെ ഈ പറയുന്ന പാമ്പുകളും ഈ പറയുന്ന ഇഴജന്തുക്കളും ഒക്കെയായി അവൻ്റെ മനസ്സ് നിറയും. പിന്നെ അവിടെ ഉണ്ടാവുക കാടിൻ്റെ നിയമം ക്രൗര്യമാണ്, അഥവാ ക്രൂരതയുടെ ഭാഗമാണ് പിന്നെ ഉണ്ടാവുക. ആ ക്രൂരമായ മനോഗതിയോട് കൂടിയായിട്ടും അവൻ നടക്കുക. എന്നാൽ പൂന്തോട്ടത്തിൽ എപ്പോഴും ഒരു പരിമളവും ഒരു സൗന്ദര്യവും സൗരഭ്യവും എല്ലാം കൂടിയായിരിക്കും അവൻ നടക്കുക. ലോകത്തിൽ ഇങ്ങനെ 2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 3 മനസ്സുകളെ കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മനസ്സ് എന്ന് അതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പം നമുക്ക് മനസ്സെന്ന് വിളിക്കാം. കാരണം വിശുദ്ധ ഖുർആനിൽ ജസദിനെ കുറിച്ച് പറയുന്നുണ്ട്, ജിസ്മ് അല്ലെങ്കിൽ ജസദ്, അവൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ ഇച്ഛകളെ കുറിച്ച് പറയുന്നുണ്ട്.
മറ്റൊന്ന് നഫ്സ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. സുഖദുഃഖ സമൃദ്ധൂതി കാരണം ഇന്ദ്രിയം മനഃ എന്നാണ് സംസ്കൃതത്തിൽ കാണുന്നത്. സുഖദുഃഖങ്ങളുടെ സമൃദ്ധമായ അനുഭൂതി എവിടെയാണോ ഉണ്ടാകുന്നത് അതിനെ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സൈക്കോളജിസ്റ്റുകൾ അതിനെ പൂർണ്ണമായും അംഗീകരിക്കില്ലെങ്കിൽ പോലും മതപരമായ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സെന്നതിനെ വിളിക്കാം. ആ മനസ്സിനെ നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഇന്ന എന്ന് 3 വിളിയാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ളത്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് നമ്മളെ വലിച്ചു ചേർക്കുന്ന മനസ്സ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കായിട്ടാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളത്. ഇന്നൻ നഫ്സുൽ അമ്മാറത്തും ബിസൂ, തെറ്റിലേക്ക് നമ്മളെ വലിച്ചു ചേർക്കുന്ന, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്, പ്രേരിപ്പിക്കുന്നതാണ്. അപ്പൊ മനുഷ്യൻ ഒന്നുകിൽ അങ്ങനെയായിരിക്കും, തെറ്റിലേക്ക് പ്രേരിപ്പിച്ച് തെറ്റുകൾ ചെയ്ത് അതിൽ അഡിക്ഷൻ ആയാൽ പിന്നെ അഡിക്ഷൻ അവനക്ക് എന്തായി മാറും? ആനന്ദമായി മാറും. അഡിക്ഷൻ ആദ്യം ഭയമാണ്. പണ്ട് കാലത്തൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ ആ സമയത്ത് സിനിമയിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മയെ ഓർത്ത്, ഉപ്പയെ ഓർത്ത്, ബാക്കിയുള്ളവരൊക്കെ ഓർത്ത്, ഉസ്താദിനെ ഓർത്ത് പേടിപ്പെടുത്തിയ അതേ വികാരമാകില്ല ഒരു 100 സിനിമ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക. ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജന് ആദ്യത്തെ ഓപ്പറേഷന്റെ വേവലാതി ആകില്ല, അതൊരിക്കലും ഉണ്ടാകില്ല 100ാമത്തെ ഓപ്പറേഷന്. ഒരു അധ്യാപകന് ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ കയറുന്ന ആ ബേജാർ ഉണ്ടാകില്ല 100 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ. ഒരു പ്രഭാഷകന് ആദ്യമായി പ്രസംഗിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടാകില്ല 100 പ്രഭാഷണങ്ങൾ കഴിഞ്ഞാൽ. ഇതേപോലെ 100 വട്ടം ഗെയിമുകൾ കളിച്ച് അതിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രകൃതത്തെ മാറ്റിയെടുക്കൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഒരു മനുഷ്യന്റെ പ്രകൃതം ഉണ്ടാകുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന് പെർസെപ്ഷനാണ്, മറ്റൊന്ന് ഒപ്പീനിയനാണ്, പിന്നെ ബിലീഫ് സിസ്റ്റമാണ്, പിന്നെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് 4ാമതുണ്ടാകുന്നതാണ് സൈക്കോളജിയുടെ ഒരു വിവക്ഷ പ്രകാരം. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്താൽ അത് ചേഞ്ച് ആക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? ഒരു മനുഷ്യന്റെ മനോഭാവമാണ്. ഇപ്പൊ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവം ഉണ്ടാവും. അതൊന്നും പെട്ടെന്ന് എനിക്ക് തിരുത്താൻ കഴിയില്ല. അത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ തിരുത്തപ്പെടുമെന്ന് മാത്രം. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മനോഭാവം ഉണ്ടാവും. അതിന് ആദ്യം ഒരു പെർസെപ്ഷൻ, ഒരു തോന്നലുണ്ടായി, പിന്നെ ഒപ്പീനിയൻ, അഭിപ്രായമുണ്ടായി, പിന്നെ ബിലീഫ് സിസ്റ്റം അഥവാ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം പിന്നെ ആറ്റിറ്റ്യൂഡായിട്ട് ഉടലെടുക്കുകയാണ്. ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വലിയ കമ്പനികൾ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിങ്ങിന് കോടികളാണ് അവർ ചെലവഴിക്കുന്നത്. എന്നിട്ടും മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്ക് നഫ്സുൽ അമ്മാറയുണ്ട്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് സ്വയമായി ഉണ്ടാകുന്നതല്ല. അവന്റെ സമൂഹം അതിലേക്ക് പ്രേരിപ്പിക്കും, അവന്റെ കുടുംബാംഗങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കും, അവന്റെ ചുറ്റുവട്ടങ്ങളും സ്കൂളുകളും കോളേജുകളും അതിലേക്ക് പ്രേരിപ്പിക്കും. അത് ഇൻഡിവിജ്വലായിട്ട് പ്രേരിപ്പിക്കും, മാസ്സായിട്ട് പ്രേരിപ്പിക്കും. ഇൻഡിവിജ്വലായിട്ട് അഥവാ ഏകമായിട്ട് പ്രേരിപ്പിക്കൽ ഒരു സുഹൃത്തായിരിക്കും. അവൻ ഒറ്റയ്ക്ക് വലിക്കുന്ന സമയത്ത് ഇതൊന്ന് വലിച്ചു നോക്കട എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, അഥവാ ഒറ്റയ്ക്കുള്ള ഒരു ക്ഷണമാണ്. എന്നാൽ ഒരു നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ, ഒരു ആഘോഷം വരുമ്പോൾ മാസ്സായിട്ട് കുട്ടികൾ അത് ചെയ്യും. ഒട്ടുമിക്ക കുട്ടികളും ഇതിൽ പെട്ടുപോകുന്നത് മാസ്സായിട്ട് ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയിൽ അവർ മോശമായ പ്രതലത്തിലേക്ക് മാസ്സായിട്ട് കടക്കുന്നു. ഒരാൾ മാത്രമല്ല, അവന്റെ ചങ്ക് ബ്രോസ് മൊത്തത്തിൽ അന്ന് ചിലപ്പോൾ കുപ്പി വിളമ്പുന്ന ആളുകളായി മാറും. അത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും. അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം വലിയ വലിയ ഡോക്ടേഴ്സിന്റെ ക്ലബ്ബുകളും മീറ്റിങ്ങുകളും നടക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുടെ മകൻ ഡോക്ടേഴ്സിന്റെ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് അവൻ എന്നെ വിളിച്ചിട്ട്, ഡോക്ടർ റിയാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പരിപാടിയുണ്ട്, അതിലേക്ക് ഞാൻ പോകണമെന്ന്. പക്ഷെ എന്താ പോയാൽ? ആ പറഞ്ഞു, പിന്നെ എന്നെ വിളിക്കുന്നത് മാമൻ എന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പേരുണ്ട്, അത് ഞാൻ ഇപ്പം മൈക്കിലൂടെ പറയുന്നില്ല. ആ പേര് വിളിച്ചുകൊണ്ട് എന്നോട് പറയാണ്, അതിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മദ്യം വിളമ്പുക എന്നത് നിർബന്ധമാണ്. മദ്യപിക്കാത്ത ഡോക്ടേഴ്സ് വളരെ കുറവാണ്. അവൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. നല്ലൊരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിലല്ലാത്ത മറ്റുള്ളവരൊക്കെ അവസാനം വരുമ്പോൾ ക്ഷണിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് പാർട്ടിയുണ്ടോ എന്നാണ്. ഡോക്ടേഴ്സ് പോലും അങ്ങനെയായി മാറുന്നു. നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരള് ഇന്നതാകും, ഇന്നതൊക്കെയാകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് പോലും സെലിബ്രേഷൻ വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതിൽ പെട്ടുപോകുന്നു എന്നതാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് ആഘോഷത്തിന് പോകുന്ന എത്രയോ കുട്ടികൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. മാരേജ് ഫംഗ്ഷന്റെ, നാളെ മാരേജ് ആണെങ്കിൽ തലേന്നത്തെ രാത്രിയുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവർ ഇതിൽ പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തറാവീഹ് നിസ്കാരം എല്ലായിടത്തും ലോകത്തിലൊന്നാകെ നടക്കുന്നതാണ്. ആ തറാവീഹിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് മാതാപിതാക്കൾ അറിയാതെ ചിലപ്പോൾ അപ്പുറത്തൊരു പള്ളി ഇപ്പുറത്തൊരു പള്ളി ഉണ്ടാവും. മാതാപിതാക്കൾ എന്നും പോകുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകും, ഇവൻ വേറെ പള്ളി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അവൻ ആ പള്ളിയിൽ എത്തിയോ എത്തിയില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 10-11 മണി വരെ തറാവീഹ് തീരുന്നത് വരെ അവൻ ഗ്യാങ് ആയിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പ്രീ ഗ്യാങ് സ്റ്റേജിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗ്യാങ് സ്റ്റേജ് മോശമാകും.
നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പ്രീ ഗ്യാങ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. എല്ലാ കുട്ടികളും ഏകദേശം ഒരു 12-13 വയസ്സാകുമ്പോൾ ഗ്യാങ്ങിലേക്ക് പ്രവേശിക്കും. ആ ഗ്യാങ് ചിലപ്പോൾ മോശമാണെങ്കിൽ ആ മോശത്തരം അവനിലേക്ക് കടക്കും. ആ ഗ്യാങ് നല്ലതാണെങ്കിൽ അവനിലേക്ക് നന്മ മാത്രം വരും. സംഘടന ഏതുമാകട്ടെ, ഞാനൊരു പ്രത്യേക സംഘടനയുടെ ആളൊന്നുമല്ല. ഞാനൊരു സംഘടനയിലും ഇപ്പോൾ മെമ്പർഷിപ്പും ഇല്ല, ലീഡർഷിപ്പും ഇല്ല, ഒന്നുമില്ല. ഇതുവരേക്കും ഞാനൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. സംഘടന ഏതുമാകട്ടെ, അവിടെ തൗഹീദും സുന്നത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഞ്ഞുനാൾ മുതൽ അതുമായി ബന്ധപ്പെടുത്തിയാൽ, ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിക്കല്ല, ബന്ധപ്പെടുത്തിയാൽ. ഇന്നലെ ബാംഗ്ലൂരിൽ ഞാനിത് സംസാരിച്ചു. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അവിടെയുള്ള ആളുകളോടും ഇത് സംസാരിച്ചു. കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതൽ കേരളത്തിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാണല്ലോ ഭയം നമുക്ക്. ഇന്നലെ 3000-ലേറെ ആളുകൾ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു, ഇതേപോലെ റമദാന്റെ പരിപാടി. ബാംഗ്ലൂരിയൻസ് അവർ ആശങ്കപ്പെടുന്നതിന് കുട്ടികളെ കേരളത്തിലേക്ക് വിടണോ എന്നതാണ്. നമ്മൾ പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് ഇറങ്ങുന്നത് എന്നാണ്. പക്ഷെ ബാംഗ്ലൂരിലുള്ള മലയാളികൾ കേരളത്തിലേക്ക് ഇനി കുട്ടികളെ വിടണോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ബാംഗ്ലൂരിനെ കുറ്റപ്പെടുത്തുന്നു, ബാംഗ്ലൂരുകാർ നമ്മെ കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികളെ കുഞ്ഞുനാൾ മുതൽ ദീനീപരമായൊരു മോശയിലാക്കിക്കൊണ്ട് നടന്നാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ പ്രായക്കാർക്കും ഓരോ രീതിയിലുള്ള ശരീഅത്താണുള്ളത്. ശരീഅത്തിനെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായവർക്കുള്ള ശരീഅത്തല്ല പ്രായപൂർത്തിയാകാത്തവർക്കുള്ളത്. അതുകൊണ്ട് ചെറിയ കുട്ടികളൊന്ന് കളിച്ചു എന്നതുകൊണ്ട് കൊച്ചുനാൾ മുതൽ അങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വൃത്തം വരക്കരുത്. കുട്ടികൾ കളിക്കട്ടെ. അങ്ങനെയുണ്ടല്ലോ. തിരു ഹദീസിൽ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പെരുന്നാളിന്റെ ദിവസം കുറച്ച് കുട്ടികൾ വന്നിട്ട് കവിത പോലെ ചില കാര്യങ്ങൾ പാടിക്കൊടുത്തു. ആർക്ക്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. സഹിഹായ ഹദീസിൽ വരുന്നതാണ്. ആ സമയത്ത് ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അഥവാ സ്വന്തം പിതാവ് കുട്ടികളോട് പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും പോകിൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ സമയമായി. റസൂൽ അപ്പോൾ വന്ന് പറഞ്ഞത് എന്താ? ഇന്ന് പെരുന്നാളല്ലേ, കുട്ടികൾ പാടട്ടെ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇങ്ങനെ ഒരു വൃത്തത്തിലാക്കി കുറെ നഹാ പറഞ്ഞിട്ടുള്ള ഒരാളായി നമ്മൾ പറയരുത്. ഒരുപാട് നിരോധനങ്ങൾ നടത്തി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മുടെ ഈ പരിസരത്ത് ഒരു പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഒരു ആലിമായ മനുഷ്യൻ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. പള്ളിയിൽ അത് വിരോധിച്ചിരിക്കുന്നു, പള്ളിയിൽ അത് വിരോധിച്ചിരിക്കുന്നു, പള്ളിയിൽ ഇത് വിരോധിച്ചിരിക്കുന്നു. അപ്പൊ എൻ്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത്, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ സംസാരം എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹി എന്തൊക്കെ പള്ളിയിൽ അനുവദിച്ചെന്നൊന്ന് പ്രസംഗിക്കും, ഇമ്മാതിരി പ്രസംഗത്തിനൊന്ന് തിരുത്തി എന്ന് പറഞ്ഞു. കാരണം പള്ളിയിൽ എന്തൊക്കെ പാടില്ല എന്നാ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തൊക്കെ പാടുണ്ട് എന്നതല്ല. നമ്മൾ എപ്പോഴും നിരോധനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനം അവരുടെ മനസ്സിലൊരു അറപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൽ വളരെ എളുപ്പമാവും. ഇതിന്റെ അർത്ഥം അംറും ബിൽ മഅറൂഫ് എന്നതാണ്. ആദ്യം അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകറാണ്. രണ്ടാമതാണ് നഹ്യുൻ അനിൽ മുൻകർ. അംറും ബിൽ മഅറൂഫ് ആവർത്തിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നഹ്യുൻ അനിൽ മുൻകറിലേക്ക് അധികം പോകേണ്ടി വരില്ല. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി, രാത്രിയാണെന്ന് വെക്കുക, എന്നിട്ട് ഞാനിവിടെ മൈക്കിൽ നിന്നുകൊണ്ടെങ്കിൽ മൈക്കുമ്പ് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, ഇരുട്ടേപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 1000 മണിക്കൂർ പ്രസംഗിച്ചാലും ഒരിക്കലും വെളിച്ചം വരില്ല. വെളിച്ചം വരണമെങ്കിൽ ഒരു പ്രവൃത്തി അവിടെ നടക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഇരുട്ടിനെതിരെ പ്രബന്ധം രചിച്ചത് കൊണ്ടോ, ഇരുട്ടിനെതിരെ പ്രഭാഷണം നടത്തിയത് കൊണ്ടോ, ഇരുട്ടേപ്പോ എന്ന് പറഞ്ഞിട്ട് വിപ്ലവഗാനം മുഴക്കിയത് കൊണ്ടോ ഇരുട്ട് പോകില്ല. ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം കത്തിച്ചു വെക്കണം. ആ വെളിച്ചമായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് കുട്ടികളുടെ പിന്നാലെ കൂടി, നീ ശ്രദ്ധിക്കുന്നില്ലേ, നീ പഠിക്കുന്നില്ലേ, നീ അങ്ങനെ ആക്കുന്നില്ലേ, ഇങ്ങനെ ആക്കുന്നില്ലേ, എപ്പോഴും ഒരു സംശയത്തിന്റെ ധൂളിയായി നമ്മൾ അവനെ കാണുകയാണ്. അതിൽ നിന്ന് മാറിയിട്ട് എപ്പോഴും ഇങ്ങനെ പ്രമോഷൻ കൊടുത്ത് അവന്റെ കൂടെ കൂടി അവന്റെ ഒരു ചങ്ങാതി പോലെയായി അവന്റെ പിന്നാലെ കൂടിയിട്ട് മനോഹരമായൊരു പിതൃത്വം, മനോഹരമായൊരു മാതൃത്വം എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയുടെ കാലിൻ കീഴിലാണ് നിന്റെ സ്വർഗമെന്ന്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണ്? നമ്മുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്നാണ്. മാഷാ അല്ലാഹ്, തന്നെയാണ്. മാതാവ് അത്രയും കഷ്ടപ്പെട്ടതാണ്. പക്ഷേ മാതാക്കൾ വളരെ മോശക്കാരായ ആൾക്കാരുണ്ട്. ആ മോശക്കാരായ ആൾക്കാരെ കൊണ്ട് മോശത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ കഥയും നമുക്കറിയാം. മാതാക്കൾ ഒറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, മാതാക്കൾ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, മാതാക്കൾ എപ്പോഴും പിന്നാലെ കൂടിയതിന്റെ പേരിൽ വഴികെട്ട് പോയ കുട്ടികളുമുണ്ട്. ഞാൻ ആ ഹദീസിനെ തിരുത്തുകയല്ല, പക്ഷേ ഉലമാക്കൾ കിതാബുകൾ പറഞ്ഞു വെച്ചൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? ഓരോ മാതാവും ഈ ഹദീസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് നിങ്ങൾ അനാനിയത്ത് കാണിക്കരുത്, അഹംഭാവം കാണിക്കരുത്. പകരം എന്റെ മക്കൾക്ക് മുകളിൽ സ്വർഗം പോലെ ഞാൻ നിന്നു കൊടുക്കണമെന്നാണ് ഓരോ മാതാക്കളോടും ആ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മക്കൾ വിശ്വസിക്കട്ടെ. ഞാനും ഒരു മകനാണ്, എൻ്റെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം. പക്ഷേ മാതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നു കൊടുക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ സ്വർഗമായി നിന്നു കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ആ കുട്ടികളെ ചെറുപ്പം മുതലേ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇപ്പതാ ഇവിടെ കളിക്കുന്ന 2 കുട്ടികൾ, ഈ 2 കുട്ടികൾ, ഒരു കുട്ടി ഒരു പ്രകൃതി ആയിരിക്കും, മറ്റേ കുട്ടി മറ്റു പ്രകൃതി ആയിരിക്കും. ഞാൻ 2-3 വയസ്സിൽ ഒബ്സർവ് ചെയ്യണമെന്ന് പറയല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നിരീക്ഷണത്തിലൂടെ നടക്കണം. കുട്ടികളെ കുട്ടിക്കാലത്ത് ഭയപ്പെടുത്തരുത്, വച്ച് പേടിപ്പിക്കരുത്, അകാരണമായി അവരെ തല്ലരുത്, വെറുതെ ഭീതിജനകമായി വച്ചവെക്കരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ കളിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഭീഷണി മുഴക്കിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകരുത്. കുട്ടികൾ കളിക്കട്ടെ. നേരെ മറിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അവനും ഒന്ന് ഒബ്സർവ് ചെയ്യണം. നിരീക്ഷണം ഒരിക്കലും സംശയമല്ല. നിരീക്ഷണം വേറെയാണ്, സംശയം വേറെയാണ്. സംശയിച്ചുകൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത്. ഇതിനെ പോസിറ്റീവായിട്ട് മാറ്റാനുണ്ട്, നെഗറ്റീവായിട്ട് മാറ്റാനുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണത്തിൽ അവന് എന്നും ഖുർആന്റെ സുന്ദരമായ സംഭവങ്ങൾ കേൾപ്പിക്കുന്നു. വിഷ്വലായിട്ട് കാണിപ്പിക്കേണ്ടത് കാണിപ്പിക്കുന്നു. കാരണം കുട്ടികൾക്ക് വിഷ്വലായിട്ടുള്ളതാണ് പെട്ടെന്ന് കയറുക. ഞങ്ങളിപ്പോൾ അതെവിടെ ഇരുന്ന് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്വലായിട്ടുള്ളതിന് ഞാൻ ഇതിന്റെ ഒരു ദീനി സദസ്സിൽ അങ്ങനെ പറയുന്ന ഉദാഹരണം പറയാം. ആരെങ്കിലും ഒരു സിനിമ കാണുന്ന ഒരാൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മരണം വരെ അതിലെ രംഗങ്ങൾ ഓർമ്മയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയണം, നിങ്ങൾക്കൊന്നും തോന്നരുത്. MT വാസുദേവൻ നായർ എഴുതിയതാണ് ഒരു വടക്കൻ വീരഗാഥ. കണ്ടവർക്ക് അത് അവസാന രംഗം വരെ, മരണം വരെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ MT വാസുദേവൻ നായർ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് രചിച്ചതെങ്കിൽ ഒരിക്കലും അത് ആർക്കും ഓർമ്മയുണ്ടാകില്ല. കാരണം പുസ്തകത്തെക്കാൾ ആളുകൾ ഓർത്തു വെക്കുന്നത് വിഷ്വൽ കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ വിഷ്വൽസ് ഇങ്ങനെ വല്ലാണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മൾ എന്താക്കണം? ഒരു മരുഭൂമിയെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്നും ഒട്ടകത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നും പറയുമ്പോൾ അതിന്റെ സാങ്കല്പികപരമായ സംഭവങ്ങളല്ലാതെ ഒറിജിനലായിട്ട് അത് നടക്കുന്നതിനെ നമ്മൾ കുട്ടികളിലേക്ക് വിഷ്വലായിട്ട് കൊടുക്കണം. സംസമിനെ കുറിച്ച് പറയുമ്പോൾ സംസം വെള്ളം വരുന്നതും അത് ടാങ്കർ ലോറികളിലായിട്ട് പോകുന്നതും ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അത് എത്തുന്നതും കുട്ടി വിഷ്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അങ്ങനെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ചിലപ്പോൾ ഖുർആൻ നന്നായിട്ട് ഓതിപ്പിക്കുന്നവരാകാം, പക്ഷെ വേൾഡ് കാര്യങ്ങളുടെ ഖുർആൻ അവര് ഓത്തിലൂടെ പഠിക്കണം. അതിനവർക്ക് ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം. ആ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് കേട്ട് ഏകദേശം 100-101 വട്ടക്കനെ കേൾക്കുമ്പോഴേക്ക് ആ ഒരു റിത്തമിലേക്ക് അവൻ മാറും. അങ്ങനെ ഖുർആൻ അതിമനോഹരമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരൂരിൽ അതിമനോഹരമായ ഒരു ഖുർആൻ റിസൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ബീഹാറിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ ഗസ്റ്റായിട്ട് അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ എനിക്ക് 8ഓളം ആളുകൾ അന്ന് അവിടെ ഖിറാഅത്ത് ഓതി. ബീഹാറിൽ നിന്ന് വന്നവർ, മറ്റുള്ളവരൊക്കെ അടിപൊളി ഖിറാഅത്താണ്. പക്ഷേ ഈ താനൂരിനടുത്തുള്ള ഒരു സ്കൂളിലെ ഒരു പയ്യൻ, ആ പയ്യൻ പാൻറ്റും കുപ്പായിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ വലിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഡ്രസ്സിനെ ഇതാക്കുകയല്ല. ഒരു പാൻറ്റും കുപ്പായിട്ട് കൊണ്ട് വന്നിട്ടുള്ള ഒരു പയ്യന് അതിമനോഹരമായിട്ട് ഖിറാഅത്ത് ഓതി. അത് ആ 8 പേരെയും തകർക്കുന്ന ഖിറാഅത്തായിരുന്നു. എങ്ങനെ അവൻക്കത് കിട്ടി? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. അവൻ പറഞ്ഞത്, ചെറുപ്പം മുതലേ ഞാൻ കാര്യങ്ങളുടെ അതിമനോഹരമായ ഖിറാഅത്ത് കേൾക്കുകയും അതിൻ്റെ ഒപ്പം ഓതുകയും അതിന് പ്രത്യേക ഡിജിറ്റൽ ഫോർമേഷൻ ഉണ്ട്, ഗ്രാഫിക് പ്രസന്റേഷൻ ഉണ്ട്, എത്രത്തോളം എൻ്റെ ഓത്ത് അതിലേക്ക് ശരിയായി എന്നൊക്കെ. ഇത്തരം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. കാരണം കുട്ടികൾ ഇന്ന് വേറൊരു ലോകത്തിലാണ്. ആ ഒരു വിഷ്വൽ കോൺസെപ്റ്റിലൂടെ നമ്മളെ കുട്ടികളെ വളർത്തിയില്ല എങ്കിൽ അവർ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. ഇത് ചിലപ്പോൾ സുനാമി പോലെ കടന്നു വരും. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സുനാമി പോലെ വരുമെന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി അവർ പറയപ്പെടുന്നത്, നമ്മൾ അതിൽ ക്ലാസ് എടുക്കാൻ വന്നതല്ല, എന്നാലും പറഞ്ഞോട്ടെ, നമ്മുടെ റോഡുകളൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്നാണ്. കാരണം കാറുകൾക്ക് പകരം നല്ല നല്ല ബലൂണുകൾ വരാൻ പോകുന്നു എന്നതാണ്. എയർ ബലൂൺസ്. ആ എയർ ബലൂൺസിൽ ആപ്പ് ഘടിപ്പിച്ചിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട്, അതിന് ടൈമിനൊക്കെ രീതിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് കോട്ടക്കലിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്തേണ്ടത് എന്ന് വായുവിലൂടെ ഇങ്ങനെയുള്ള ബലൂൺസ്, അതിപ്പോൾ ചൈനയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഹോട്ട് എയർ ബലൂൺ അല്ല ഞാൻ പറയുന്നത്, തീ കത്തിച്ചിട്ടുള്ളതല്ല, അതല്ലാത്ത തന്നെ ബലൂണുകൾ വരാൻ പോകുന്നു, ആപ്പ് ഘടിപ്പിച്ചിട്ടുള്ള. അപ്പൊ അതിന്റെ വില ഒരു പക്ഷേ കാറിന്റെ വിലയായിരിക്കാം. എല്ലാവർക്കും ഹെലികോപ്റ്റർ വാങ്ങാൻ കഴിയില്ല, എല്ലാവർക്കും ഫ്ലൈറ്റ് സ്വന്തമാക്കാൻ കഴിയില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വരാൻ പോകുന്നു. അത് യാത്രാ സൗകര്യത്തിന്റെ ഭാഗം. നമ്മളെ നാട്ടിലെ ലുലു അല്ലെങ്കിൽ ഈ പറയുന്ന നെസ്റ്റോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഭാവിയിൽ അടഞ്ഞു കിടക്കുമെന്ന് പറയുന്നു. അത് വെറും സ്റ്റോറേജ് ആയിട്ട് മാറും. പകരം എന്താകും? അതിൽ നിന്ന് സാധനങ്ങൾ പിക്ക് ചെയ്തിട്ട് എത്തിക്കുന്ന മെഷീനുകൾ ഇറങ്ങി. ഇപ്പൊ ദുബായിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ അതായിരിക്കും. കാരണം ഒറ്റപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോയി പർച്ചേസ് ചെയ്യൽ ഒരു മടിയായത് കൊണ്ട് അവർ ഇങ്ങോട്ട് അതിനെ വരുത്തിക്കൊണ്ടേയിരിക്കും. ഈ വരുന്ന കൂട്ടത്തിൽ പലതും ഉണ്ടാകും.
ഇങ്ങനെ പോകുന്നു കാഴ്ചപ്പാടുകൾ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വരുമ്പോഴും എന്തൊക്കെ സുനാമി പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ പറയുന്ന എല്ലാം കടന്നു വന്നാലും നമുക്ക് ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകലാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആദർശപരതയിൽ എന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക എന്ന നിർബന്ധമാണ്. ഒരു കുട്ടി 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പോയി, എന്നിട്ട് അഷഹാദത്ത് സഫുൽ ഖാമിസ എന്ന 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ അതിന്റെ തുടർച്ചയില്ല എങ്കിൽ ആ കുട്ടി മറ്റുള്ളതിലേക്ക് തിരിയാൻ സാധ്യത കൂടുതലാണ്. കാരണം 5ാം ക്ലാസ് വരെ അവൻ പഠിച്ച ആ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതില്ലാത്ത ഒരു ലോകം സ്കൂളിൽ അവൻ കാണുന്നു, അതില്ലാത്തൊരു ലോകം ക്യാമ്പസിൽ അവൻ കാണുന്നു. അപ്പൊ സത്യത്തിൽ ദീനീ പഠനം എന്ന് പറഞ്ഞാൽ മരണം വരെ പഠിക്കാനുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ പഠനം എന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നുമെന്ന് ഞാൻ പറയുന്നില്ല, മന്ത്ലി, ഞാൻ നിങ്ങളുടെ ഓർഗനൈസേഷനൊക്കെ അതിൽ വലിയ രീതിയിൽ മുക്തകണ്ഠം പ്രശംസിക്കാൻ, മന്ത്ലി എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഖുർആന്റെ ഒരു ആഴമേറിയ പഠനം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ സയന്റിസ്റ്റുകളും പറയുന്ന കഥകൾ അവർ കേൾക്കണം. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളത് ചെയ്യുന്നുണ്ടാകാം. ഉസ്താദുമാര് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ IIT-യിൽ നിന്ന് PhD എടുത്തിട്ടുള്ള ദീനിയായ കുട്ടികൾ കൂടി അതിന്റെ സയൻസ് വന്ന് വിശദീകരിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക. എന്താണ് ടൈം, എന്താണ് സ്പേസ് എന്ന് ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞവർക്ക് കഴിയും. അവർ പക്ഷേ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് ടൈമിനെയും സ്പേസിനെയും പ്രപഞ്ചത്തെയും വിശദീകരിക്കാൻ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞ കുട്ടികൾക്ക് കഴിയും. അതുകൊണ്ട് ഇനി അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് എന്നോട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ക്യാമ്പസുകളിൽ പോകുമ്പോൾ കുട്ടികൾ എന്നോട് പറയാറുണ്ട്, സ്വകാര്യത്തിലെങ്കിലും ചില കാര്യങ്ങൾ. ആ കാര്യം നിങ്ങളോട് പറയാം. കാരണം ഒരു പക്ഷേ മതപരമായ വിശദീകരണം ഒന്നുകൂടി ഇന്റലക്ച്വലായി അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കൂടും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ട്യൂൺ ചെയ്തെടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ ആഴമേറിയ ചില പഠനങ്ങൾ ഉണ്ടാകും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ വീണ സമയത്ത്, അഥവാ അള്ളാഹുവിന്റെ തജല്ലി എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവിടെ തജല്ലി എന്ന് ഉപയോഗിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സമയത്ത് പറയുന്ന സമയം, മിഅ്റാജിന്റെ സമയത്ത് പറയുന്ന തുമ്മദന ഫതദല്ല എന്നാണ്. എന്തുകൊണ്ട് അവിടെ തദല്ലി എന്ന് ഉപയോഗിച്ചു? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ തദല്ലി ആൻഡ് തജല്ലി? അതിനെപ്പറ്റി മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ഇത് എഴുതിയിട്ടുണ്ട്. എന്താണ് തജല്ലിയും തദല്ലിയും തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങനെ ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റണം. അപ്പൊ മാത്സിന്റെ, മാത്തമെറ്റിക്കൽ എന്ന് പറയുന്ന സാധനത്തിന്റെ വണ്ടേഴ്സ്, അതിന്റെ മിറാക്കിൾസ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ കുട്ടികൾ കാണും. ലോജിക്കിന്റെ മിറാക്കിൾസ് നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഒന്ന് AI എടുത്തിട്ട് അതിന്റെ പ്രൈമിലേക്ക് കയറിയിട്ട്, AI സാധാരണ ഉള്ളതല്ല, പ്രൈം എന്നൊരു സാധനമുണ്ട്, അതിലേക്ക് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. വാട്ട് ആർ ദ എന്നോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, അഥവാ ന്യൂമറിക്കൽ മിറാക്കിൾസ് ആൻഡ് മാത്തമെറ്റിക്കൽ മിറാക്കിൾസ് ഇൻ ഖുർആൻ എന്ന് അടിച്ചു നോക്കിയാൽ ഒരുപാട് റിസർച്ചുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.